ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. ലവ് ഭാവി സുഖമായിട്ടിരിക്കണു എന്നാണ് നൈസായിട്ട് സൈഡിൽ കൂടെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ നാളായി പുറത്തൊക്കെ പോയിട്ട് ഞാൻ ഭയങ്കര എനർജറ്റിക് എനിക്ക് വോയിസ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഭയങ്കര അടിച്ചു പൊളിച്ച് പറയാൻ പറ്റില്ല. ലവീനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് അവൾക്ക് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവൾ എണീക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ മോമി ലൈഫൊക്കെ ആകുമ്പോൾ മോമി വ്ളോഗേഴ്സൊക്കെ ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ക്ഷമിക്കുക നമ്മളോടൊന്നൊക്കെ വോയിസ് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളെല്ലാവരും മാച്ചിങ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുബാബി മാത്രം മാച്ചിങ് അല്ല. പക്ഷെ അവൻ്റെ ഡ്രസ്സ് നല്ല രസമുണ്ടല്ലേ. അത് നമ്മുടെ മാമൻ ബർത്ത്ഡേക്ക് മേടിച്ച് കൊടുത്താട്ടോ നമ്മുടെ അതുന്. പിന്നെ ഞങ്ങൾ പോകാൻ നിൽക്കുന്ന സമയത്ത് എവിടേക്കാണ് പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് വഴിയേ പറയാമെന്നൊക്കെ. ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ നെയ്ബേഴ്സിനെ കണ്ടു. അവരും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ പിന്നെ ലവ്യു ബാബി അതോ ഞാൻ പറഞ്ഞ പോലെ കുറേ നാളായി പോന്നിട്ട് പിന്നെ ഞാനും ലവ്യു മൂൺ പൊട്ടൊക്കെ തൊട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഇതിൽ ആദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മിക്കുവിൻ്റെയും നൈനുവിൻ്റെ അമ്മയാട്ടോ ബ്ലൂ കളറുള്ളത് നീതു ചേച്ചി കേട്ടോ. ഞാനും നീതു ചേച്ചിയൊക്കെ പണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരുമിച്ച് പോകാറുള്ളതാട്ടോ. ഇപ്പം ഞങ്ങൾക്ക് പിള്ളേരായി അങ്ങനെയൊക്കെ. എന്തായാലും ഇതിപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഇപ്പോൾ നെയ്ബറിൻ്റെ ഒരു ബാപ്റ്റിസം പരിപാടിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പോകണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സർജുവാണ്. ഇവരൊക്കെ എല്ലാവരും വലിയ ചെക്കന്മാരായി. ഇതിപ്പോൾ ഞങ്ങളുടെ ജനറേഷനിലുള്ള എല്ലാവരും നമ്മുടെ രമേശ് അങ്കിള്, ഉണ്ണിക്കുട്ടൻ, കുഞ്ഞാറ്റ, ഇത് ഷിജേച്ചിയുടെ വാക്കുട്ടി, ഇതൊക്കെ നമ്മുടെ നെയ്ബേഴ്സ് കേട്ടോ. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടില്ല, രമേശ് അങ്കിളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടനെ എനിക്ക് എടുത്തു തന്നു കേട്ടോ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് പിള്ളേരായി. അങ്ങനെ ഒരു ലൈഫ് എന്ത് ചേഞ്ചാലും ഇപ്പോൾ ഞങ്ങളുടെ ജനറേഷനുള്ളവരെ പിള്ളേർ ഇപ്പോൾ ഒരുമിച്ച് കളിച്ച് നടക്കണു. എന്തായാലും എന്തു മാറ്റങ്ങളാലേ ഒക്കെ വരണേന്നൊക്കെ. അപ്പോൾ എനിക്കെന്താണെന്നറിയില്ല. യൂഷ്വലി നമ്മൾ കല്യാണത്തിനൊന്നും ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ പോകാറില്ല. തൊട്ടടുത്ത് തന്നെയായിരുന്നു. പോയപ്പോഴാണെങ്കിൽ സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടോ. എല്ലാവരും കാണുമ്പോൾ നെയ്ബേഴ്സ് തന്നെയാണ്. ഇത് നമ്മുടെ ഷിജോൻ ചേട്ടനും ആട്ടോ ചേട്ടനൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ നാളായി. ആളുടെ വൈഫ് പിന്നെ വാക്കുട്ടി, അപ്പോൾ ഇവരൊക്കെ കണ്ടിട്ട് കുറേ വർഷങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ട് ശരിക്കും. അപ്പോൾ ഇവരായിട്ട് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ സാരി ഇട്ട് നിൽക്കുന്നത് അവർ രണ്ടുപേരും, ആൻറ്റിയും പിന്നെ ഹസ്ബൻഡും നമ്മുടെ ആദുവിൻ്റെ ഫേവറേറ്റ് പ്രിയാൻറ്റി കേട്ടോ. എപ്പോഴും വിൻഡോ തുറന്നിട്ട് പ്രിയാൻറ്റി എന്നിങ്ങനെ വിളിക്കലും കാര്യങ്ങളൊക്കെ അല്ല കേട്ടോ നമ്മുടെ ആദുബാബി. പിന്നെ എന്താ പറയുക, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വിഷമമുള്ള രണ്ട് കാര്യങ്ങളും ഞങ്ങളുടെ ഇവിടെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അമ്മിണി ആൻറ്റി ഉണ്ടായിരുന്നു. നമ്മളിടയ്ക്കൊക്കെ കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് അമ്മയുടെ ഒക്കെ നല്ല ഫ്രണ്ട് കേട്ടോ അമ്മിണി ആൻറ്റി. നമ്മളെ വിട്ടുപോയി. അതുപോലെ തന്നെ ചിന്നൂൻ്റെയും പൊന്നൂൻ്റെയും അച്ഛനും കബീർ അങ്കിൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ നാൾക്ക് ഇങ്ങനെ കിടന്നിട്ടൊക്കെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത് പെട്ടെന്നായിപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ. അതുമാത്രമാണ് ഇപ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിലുള്ളൊരിത്. പിന്നെ നമ്മളെല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. കാണുമ്പോൾ ഒക്കെ ഒരു സന്തോഷം കേട്ടോ എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോഴും. പിന്നെ ചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എന്തോ കാര്യം ചോദിക്കായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. എനിക്ക് ഓർമ്മയില്ല. ദുബായിൽ നിന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാൻ എവിടെയായിരുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയായിരുന്നു എന്തൊക്കെയോ ചോദിക്കേണ്ടാവും കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ വാവക്കുട്ടിയുടെ ബാപ്റ്റിസം കഴിഞ്ഞിട്ടുള്ള വാവക്കുട്ടിയും ലവ്യും തമ്മിൽ ആകെ 2 months ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ലവ്യാണെങ്കിൽ നോക്കുകയാണ് ഈ വാവ എന്താണ് ചെയ്യുന്നത്, ഇവിടെ എന്തൊക്കെയാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ല പറഞ്ഞ പോലെ എല്ലാവരും കണ്ട് സംസാരിച്ച് വന്നപ്പോൾ തന്നെ സന്തോഷമായി. ഞാൻ സത്യം പറഞ്ഞ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വാ പോവാന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ലവ്യാണെങ്കിലും നല്ല അടങ്ങി ഒതുങ്ങി വേഷം കെട്ടിണ്ടായിരുന്നില്ല. ആദ്യം ആണെങ്കിലും നന്നായിട്ട് അടങ്ങി ഒതുങ്ങിയിട്ട് നല്ല വേഷം കെട്ടൊന്നും കാട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതേ ഫുഡ് കഴിക്കണ സമയത്താണ് അത് കുറച്ച് ചിക്കനും പിന്നെ വേറെ എന്തൊക്കെയോ നോൺ വെജ് എൻ്റെ അടുത്തുനിന്ന് കഴിച്ചു. പിന്നെ ഫുൾ ഐസ്ക്രീം തീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതേ ഷിജി ചേച്ചി നല്ല സുന്ദരിമണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഷിജി ചേച്ചി. പിന്നെ ഇത് ഷിജി ചേച്ചിയുടെ മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും ആണ്. അപ്പോൾ ഇതേ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ കുക്ക് ചേച്ചി, പിന്നെ രേഖ ആൻറ്റി. അപ്പോൾ ഇത്ര ഉള്ളൊരു ഇവരെ കണ്ടപ്പോഴാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഭയങ്കര ജെന്യൂനായിട്ട് ഓടി വന്നിട്ട് ഭയങ്കര സന്തോഷ പ്രകടനവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സറിഞ്ഞു എന്നൊക്കെ. ഇനി എനിക്ക് എന്താ വേണ്ടതെന്നൊക്കെ. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കുട്ടി മിനി വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ലോങ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.